തുടർച്ചയായി രണ്ടാം വർഷവും ദേശീയ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ നേടി കില. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യശേഷി വർധനയിലൂടെ അവയുടെ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി 2023-24 വർഷത്തിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലുകളാണ് കിലയ്ക്ക് 2025-ലും ദേശീയ അംഗീകാരം നേടിക്കൊടുത്തത്. KILA's mandate is to facilitate and accelerate the socio-economic development of the state through strengthening of the local governments. This is achieved through capacity development, which includes training for all stakeholders, hand-holding, resource support, research, policy advice, action research and support. സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് രാജ്യത്തൊടുനീളമുള്ള പഞ്ചായത്തി രാജ് പരിശീലനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ മാതൃകാപരമായ ശ്രമങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദേശീയ പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാര വിഭാഗത്തിൽ കില 1ാം സ്ഥാനത്താണ്. ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയം നൽകുന്ന പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഏക സാന്നിധ്യവുമാണ് കില. 2024-ലും ഈ പുരസ്കാരം കിലയ്ക്കായിരുന്നു ലഭിച്ചത്. 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ് അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് കില തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മാസം 24-ന് പ്രധാനമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുമെന്ന് കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ പറഞ്ഞു. ദേശീയ തലത്തിൽ അവസാന ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. 8 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായി കിലയെ തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റന്നാൾ 24-ാം തീയതി ബീഹാറിലെ മധുബാനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇതിൻ്റെ ചടങ്ങ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് അവാർഡ് വിതരണം ചെയ്യുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന അവാർഡാണ്. ഇതുമായി ആ അവാർഡ് കിലയ്ക്ക് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി DG എന്ന നിലയിൽ ഞാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയും ചേർന്നാണ് അവിടെ പോയി അത് ഏറ്റുവാങ്ങുന്നതിനായി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വികേന്ദ്രീകൃതമായ ആസൂത്രണവും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും ലോകത്തിന് മാതൃകയായി അവതരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വരികയാണ് കില. സമകാലിക ആവശ്യങ്ങൾക്കനുസൃതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നവീകരിക്കാൻ കിലയിലൂടെ വിവിധങ്ങളായ പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.